ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു കോഴികൾ ഒരു പുതിയ അതിഥിയെ കണ്ടിട്ടുള്ള വിളിയാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ, ആരാണെന്നുള്ളത്. നമ്മൾ വിളയിലും മതിലുമൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ഒരുപാട് നിരീക്ഷണത്തിന് ശേഷം നമ്മളുടെ ഈ ഒരു വീടിൻ്റെ സൈഡിലുള്ള മതിലിൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള കുരങ്ങനെ കണ്ടിട്ടാണ് ഇവരിങ്ങനെ വിളിച്ചത്. അപ്പോൾ ഇവൾ ഭയങ്കര ഗൗരവത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ, കുടുംബ പ്രശ്നം വല്ലതും ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ വിളിക്കാൻ നോക്കിയിട്ടും മൈൻഡ് ചെയ്യാതെ പോകുന്ന പോക്കാണിത്. എനിക്ക് അടുത്ത് പോകാൻ ഇച്ചിരി പേടിയൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പാപ്പയുടെ അടുത്ത് ഒരു പഴവും കൊടുത്ത് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പഴം കൊടുത്തതിന് ശേഷം അപ്പാപ്പ അവിടെ നിന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കുള്ളതൊക്കെ വീട്ടിലില്ലേ എന്നൊക്കെ ഒരു സംശയത്തോടെ അതിങ്ങനെ തല ആട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും അതിശയകരമായിട്ട് തോന്നിയത് മനുഷ്യർ പഴം കഴിക്കും പോലെ തന്നെ തൊലിയൊക്കെ ഇതുപോലെ ഊരിയിട്ടാണ് കേട്ടോ അത് കഴിച്ചത്. അന്നൊരിക്കൽ ഇതുപോലെ തന്നെ കുരങ്ങനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറുമ്പുകളും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ മുമ്പ് ഇതുപോലത്തെ ഒരു കുരങ്ങൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ കുഞ്ഞാപ്പി എന്നാണ് പേരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പോയി. ഇപ്പോൾ അതിന് ഭയങ്കര കുറുമ്പാണ് കേട്ടോ. അപ്പോൾ ഇതെന്തോ വിഷമമുള്ള പോലെ തോന്നി. അടുത്ത് നമ്മൾ ആ അതിഥി പോയതുകൊണ്ട് തന്നെ വേറെ അതിഥിയെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചന്തയിലോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്പം വിൽക്കുന്നത് തന്നെയാണ്, പക്ഷേ ഇത് നാടൻ കോഴികളല്ല. കഴിഞ്ഞ തവണ നമ്മളൊരു കോഴിയെ പോലും ഇവിടെ നിന്ന് മേടിച്ചില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് മേടിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്കോഴി കുഞ്ഞുങ്ങളെ മേടിക്കാമെന്നൊക്കെ തീരുമാനിച്ചു. പക്ഷേ അതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ നല്ല വലിയ റേറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ മറ്റേ ഈ കുഞ്ഞു കോഴികളെ നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചു. വാങ്കോഴികൾ 3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ ആ ഒരു കോഴിക്കുഞ്ഞൊക്കെ വിറ്റ് ഏകദേശം തീരാറായ സമയത്താണ് നമ്മൾ പോയത്. ഇപ്പോൾ രാവിലെ ഈ ഒരു അപ്പൂപ്പനാണെങ്കിൽ ഒരുപാട് കോഴി കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമായിരുന്നു. ആരൊക്കെ ഇതിലൊന്ന് കുറേയൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു കോഴിക്ക് 130 രൂപ വെച്ചിട്ടാണ് അവർ പ്രൈസ് പറഞ്ഞത്. പരിചയമുള്ളതുകൊണ്ടും പിന്നെ അമ്മാമ്മ വിലവേശിയും പിന്നെ 100 രൂപയ്ക്കായിട്ട് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കൂട്ടിനകത്ത് തന്നെ ആ ഒരു അപ്പൂപ്പനാണെങ്കിൽ വെള്ളവും ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആകെ സെലക്ട് ചെയ്ത് 5 കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പൂപ്പൻ അതിൻ്റെ കാലൊക്കെ കെട്ടി നമുക്കാണെങ്കിൽ ചാക്കിൽ ഇട്ട് തരുന്നുണ്ട്. നമ്മളിനി വീട്ടിൽ കൊണ്ടുപോകാൻ പോവുകയാണ് കേട്ടോ. കാശൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോഴിയെ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ പ്ലേസ് പറഞ്ഞുതരാം. ഇത് മുക്കോല മാർക്കറ്റാണ്, മറ്റേ തുറമുഖമൊക്കെ പോകുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് കോഴിയൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു കോഴികളെ മണ്ണുള്ള ഒരു നല്ല വലിപ്പം ഉള്ള ഒരു കൂട്ടിലോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ ആ ഒരു കോഴികളുടെ കാലിൽ ആ ഒരു അപ്പൂപ്പൻ കെട്ടിത്തന്ന ആ നൂല് നമ്മളൊന്ന് അഴിച്ചു മാറ്റുവാണ്. കൂട്ടിലാക്കിയിട്ട് നമ്മൾ ആ ഒരു നൂല് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൂട്ടിൽ കോഴികളെ ഇടുന്നുണ്ട്. 2 കോഴികളെ കാല് ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ടാണ് കെട്ടി തന്നിട്ടുള്ളത് അപ്പൂപ്പൻ. ഇത്രയും ദിവസം മറ്റുള്ള കോഴികളുടെ കൂടെ കിടന്നിട്ട് ഇപ്പോൾ നമ്മൾ പുതിയൊരു കൂട്ടിലാക്കുമ്പോഴത്തേക്കും അതിന് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പാപ്പ വന്നിട്ട് ആ ഒരു കോഴിയുടെ കാലിൽ ഇതാ കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു നൂല് നമ്മൾ അഴിച്ചെടുക്കുവാണേ. പണ്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ചുണ്ടൊക്കെ ഇതുപോലെ ചരിച്ച് ഉരച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ചുണ്ടൊക്കെ നല്ല മുറിഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ ചുണ്ടൊക്കെ കുറച്ച് കഴിഞ്ഞ് വളരെ വളരെ റെഡിയായി വന്നു. പക്ഷേ നമ്മൾ ഇന്ന് വാങ്ങിച്ച കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നും അതുപോലത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വേറൊരു പ്രശ്നമില്ല കോഴികൾക്ക്. അപ്പോൾ കാലിൽ കെട്ടുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാലിലെ കെട്ടൊക്കെ നമ്മൾ അഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി റിലാക്സ് ആയിട്ടുണ്ട് അവർ. അങ്ങനെ നമ്മൾ ആഹാരം വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം ഡോറൊക്കെ അടച്ചു.
അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ വെച്ച് കൊടുത്തപ്പോഴാണ് ഒരു കോഴിക്കുഞ്ഞ് മാത്രം പ്രത്യേക തരത്തിൽ ആഹാരം കഴിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കോഴിക്കുഞ്ഞിനെ വെളിയിൽ കൊണ്ടുവന്ന് വെട്ടത്തിൽ വെച്ച് നോക്കുവാണ് കേട്ടോ എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ കണ്ണിലെന്തോ ഇൻഫെക്ഷൻ വന്നതുപോലെ കണ്ണടച്ച് വെച്ചിരിക്കുമായിരുന്നു അത്. അപ്പോൾ കോഴികൾക്ക് ഒക്കെ മരുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും. പണ്ട് ആടൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനുള്ള മെഡിസിനും നമ്മളുടെ കയ്യിലിപ്പോൾ ഉണ്ട്. അങ്ങനെ നമ്മൾ കണ്ണിലൊഴിക്കേണ്ട തുള്ളി മരുന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിനെ കൊത്തിയതാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. വേറെ പാടുകളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടിലോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്തോ വന്ന് വീഴുന്ന പോലെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. പോയി നോക്കിയപ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു പപ്പായേൻ്റെ മരം ഒടിഞ്ഞു വീണിട്ടുണ്ട്. നല്ല കായ്ഫലമുള്ള പപ്പായ ആയിരുന്നു. പക്ഷേ അത് ഇപ്പം അതിൻ്റെ പപ്പായൊക്കെ എടുത്തിട്ട് നമ്മൾ ബാക്കി ഇല വന്നിട്ടുള്ളത് നമ്മൾ കോഴികൾക്ക് അരിഞ്ഞിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കിട്ടിയ പപ്പായ വെച്ചിട്ട് നമ്മളൊരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ ഒരു റെസിപ്പിയും കൂടെ പോയി കാണുക. നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്ടായിട്ടും ഇട്ടിട്ടുണ്ട്, വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനലിലാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കോഴികൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലീഫി ആയിട്ടുള്ള ഒക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ കോഴികൾക്ക്. അപ്പോൾ അത് നല്ലതുപോലെ അതിന് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കോഴികൾക്ക് കുനുകുന അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അമ്മാമ്മയുടെ വീട്ടിൽ പോയിട്ട് അമ്മാമ്മയുടെ കോഴികൾക്കും കൂടെ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇലകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇലകളൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കഴിക്കാനായിട്ട്. അമ്മാമ്മ കൊണ്ടുവരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോഴികൾ ഇതുപോലത്തെ ഇല കഴിച്ചതിന് ശേഷം നമ്മളാണെങ്കിൽ കോഴികൾക്ക് കൊടുക്കാനായിട്ട് അടുത്ത വിഭവം നോക്കി. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ ഇത് കയ്യിൽ വെച്ച് അടിക്കുമ്പോഴത്തേക്കും ചോക്കിൻ്റെ ഇതൊക്കെ വരുമെന്ന് കരുതി ഞാൻ അടിച്ച് നോക്കി, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് അതല്ലാന്ന് മനസ്സിലായി. അപ്പോൾ കോഴികളൊക്കെ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കോഴികൾക്ക് ലീഫി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ പച്ചിലകളെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.